നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗ് തന്നെയാണ്. കുറച്ച് ഗാർഡൻ ടിപ്സും ഗാർഡൻ ട്രിക്സും അതുപോലെ കുറച്ച് പ്ലാന്റുകൾ, കുറച്ച് ഗാർഡനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ. അപ്പോൾ ഗാർഡൻ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ പൂക്കളൊക്കെ കൊഴിഞ്ഞ് പോയി കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ബട്ടർഫ്ലൈയിലും ചെറുപറയിലൊക്കെ ചെറുതായിട്ട് പൂക്കളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരം ഇതാ ഒരു പപ്പായ ജ്യൂസ് അടിക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ ആദ്യം ഇതാ കുറച്ച് പ്ലാന്റുകളൊക്കെ നമ്മൾ വെച്ചതുണ്ടായിരുന്നു, അതായത് നേരത്തെ നട്ടു വെച്ചതായിരുന്നു. അതൊക്കെ അത്യാവശ്യം ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി ആ പ്ലാന്റുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ബേബി റോസാണ് കേട്ടോ. സൺ റോസ്, ബേബി റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ വേരിഗേറ്റഡ് ലീഫുള്ള ആ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അത് പ്ലാന്റ് ആയി വന്നിട്ടുണ്ട്. ഫ്ലവർ ആയിട്ടില്ല. ആ പ്ലാന്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ആ ഒരു ലീഫ് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇനി ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ആ ഒരു പ്ലാന്റ് തന്നെ നമുക്ക് കാണാൻ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഇനി കുറച്ച് സക്കുലൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സക്കുലൻറ്റുകളൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ ഇന്ന് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകൾ ഇതൊക്കെയാണ് കേട്ടോ. സക്കുലൻറ്റുകളൊക്കെ അത്യാവശ്യം ഒന്ന് ബുഷായി വരുന്നതേ ഉള്ളൂ, എങ്കിലും കുഴപ്പമില്ല. ഇനി മഴ പെയ്താലും നനയാത്തൊരു ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. ചില സക്കുലൻറ്റുകൾ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോവും. പക്ഷേ ചില സക്കുലൻറ്റുകൾ എത്ര മഴ നനഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം വെയിൽ കൊണ്ടാലും പ്രശ്നമില്ലാത്ത പ്ലാന്റുകളാണ് അധികവും. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നമ്മളിവിടെ ഒന്ന് രണ്ട് ഗാർഡൻ ട്രിക്കുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് വേനൽക്കാലത്ത് ഇതുപോലെ ചെടികൾ തൈകൾ നട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു പോട്ട് വെച്ച് മൂടി പകൽ മുഴുവൻ ഇങ്ങനെ മൂടി വയ്ക്കുക. രാത്രിയാകുമ്പോൾ നമുക്ക് ആ ഒരു മൂടി എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് 2-3 ദിവസം ഇങ്ങനെ ചെയ്താൽ മതി. ചെടി കരിഞ്ഞു പോകില്ല. ഈ ഒരു പ്ലാന്റുകൾ ഒരേ നിരയിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് തൈകൾ ഞാനിങ്ങനെ പറിച്ച് ഒരേ നിരയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിളർത്ത് വന്നതാണ്, എങ്കിലും ഞാനത് ഒരേ നിരയിൽ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മിനിയേച്ചർ പൂച്ചവാലിനാണ്. അതിൻ്റെ തൈകൾ നമുക്ക് ഈ രീതിയിൽ പിടിപ്പിച്ചെടുക്കാം. അതായത് ഒരു ചകിരിത്തൊണ്ടിൻ്റെ ഉള്ളിലൊക്കെ പോട്ട് മിക്സ് വെച്ചിട്ട് നമുക്ക് ആ നീണ്ടു വരുന്ന ആ ഒരു തണ്ടുകളുണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിൽ വേര് വരുന്ന അനുസരിച്ച് നമുക്കത് കട്ട് ചെയ്ത് മറ്റൊരു പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്ത് വേറൊരു പ്ലാന്റ് നമുക്ക് പിടിപ്പിച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്താൽ അത് വേര് പിടിച്ച് കിട്ടണം എന്ന നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ടിങ്സിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം ഇതാണ് കേട്ടോ. ആ പോട്ടിൽ നിന്ന് ചെറുതായിട്ട് വളഞ്ഞു വന്ന ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസിനെ സപ്പോർട്ട് ചെയ്ത് ഞാനൊരു പോട്ട് മിക്സ് തയ്യാറാക്കി ഒരു പോട്ട് അതിനടിയിൽ വെച്ച് കൊടുത്തു. താഴെ ഒരു ഇഷ്ടികയൊക്കെ വെച്ചിട്ടാണ് ഞാനത് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ആ ഒരു പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കണ്ടോ, ഇതിനൊരു നാമ്പൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതിൽ നിന്ന് പുതിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയൊരു പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെടികളെ വേര് പിടിപ്പിക്കാൻ, വളരെ എളുപ്പത്തിൽ വേര് പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. ഇതൊരു ബ്രൈഡർ മുല്ലയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആർത്ത് വന്നിട്ടുണ്ട്. ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ അതത്ര എല്ലാവരും കാണുന്ന ഒരു ഏരിയയിലൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് ആർത്തിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വള്ളി കൊണ്ടൊക്കെ കെട്ടിയിട്ടും അത് താഴേക്ക് ഉയർന്ന് വീഴുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് ഞാനൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ കണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷൂറാക്കിൻ്റെയൊക്കെ ഫ്രെയിമുകളുണ്ടല്ലോ, ഇത്തരം ഫ്രെയിമുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം ക്രീപ്പിംഗ് പ്ലാന്റുകൾക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് തന്നെ ആ ഒരു പ്ലാന്റുകൾ വളർന്ന് തൂങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിറച്ച് ഇപ്പോൾ പൂക്കളില്ല, പൂക്കൾ ഒരു സീസൺ കഴിഞ്ഞതാണ്, ഇനി അടുത്ത സീസൺ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇനി പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു പ്ലാന്റിൻ്റെ ഷെയ്ഡിൽ കണ്ട കുറേ അന്തേവാസികളുണ്ട്, നല്ല കുറേ പ്ലാന്റുകൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഷെയ്ഡ് പറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്യാറ്റ്സ് ക്ലോ ആണ്. ഇത് എവിടേക്ക് കയറ്റി വിടണമെന്നൊന്നും അറിയില്ല, സ്പേസ് വളരെ കുറവാണ്. എങ്കിലും ഞാനൊരു കയറ് കെട്ടി ഇങ്ങനെ വെറുതെ അങ്ങ് കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയായിട്ട് തന്നെ അത് വളരുന്നുണ്ട്. ഇത് നിറയെ പൂവൊക്കെ ആയി കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇനി ഇതാ കുറച്ച് വെട്ടി നിരത്തലുകളൊക്കെ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ പെഡിലാന്തസ് ആണ്. അപ്പോൾ ഇത് കുറേ നാളുകളായിട്ട് കട്ട് ചെയ്യാതിരിക്കുമായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് നമുക്കതിൻ്റെ ചുവട് ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു പുതിയ പോട്ടി മിക്സിലേക്ക് വെക്കണമെന്നാണ് കരുതുന്നത്. ബാക്കി പീസുകളൊന്നും ഒന്നും നടാൻ സമയം കിട്ടില്ല. എല്ലാ പോട്ടിൻ്റെയും അടിയിൽ ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഉണങ്ങിയിരിക്കുന്ന ടൈമാണല്ലോ ഇപ്പോൾ കരിയിലകളൊക്കെ, അതുകൊണ്ട് അത് ഞാൻ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പോട്ടിൽ നിന്ന് അത് ഞാൻ മാറ്റി താഴെയുള്ള അടിഭാഗത്തുള്ള കുറച്ച് മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം അത് ഞാൻ ഈ ഒരു പോട്ടിലേക്ക് തന്നെ ഇറക്കി വെക്കുകയാണ്. അങ്ങനെ 2 പോട്ടുകളിലായിട്ട് ഞാനിത് സെറ്റ് ചെയ്യുവാണ്. ഇത് ഇറക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പോട്ടി മിക്സ് ചാണകപ്പൊടിയും ചകിരിപ്പൊടിയും മണ്ണും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് തലേദിവസം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ഇനി എന്തെങ്കിലും കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതി. ഇനി ഇത് നമ്മൾ വളരെ സേഫായിട്ട് ഒരു നല്ല തണലത്ത് തന്നെ വെക്കണേ. അപ്പോൾ ഇത് ഇത്തരം ചെടികളെല്ലാം കൂടി നിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് വെച്ചിട്ട് ആ ചെടികൾ കൊണ്ട് അതിനൊരു ഷെയ്ഡ് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നട്ട എല്ലാ പ്ലാന്റുകളും തന്നെ ഞാൻ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ വയ്ക്കുന്നത്. ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്ലാന്റ് കൂടി ഉണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തിട്ട് വന്നു. പക്ഷേ അതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട്. നമ്മൾ റോസിന് കാട്ടു കമ്പുകൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇതിലും ഇങ്ങനെ നീണ്ട കമ്പുകൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി മറ്റൊരു പോട്ടിലേക്ക് വെച്ചു. അതുകൂടി ഈ ഒരു ഷെയ്ഡിലേക്ക് വയ്ക്കുകയാണ്. അപ്പോഴിതാ ഇന്ന് പോട്ട് ചെയ്ത ചെടികളൊക്കെ വളരെ സേഫാണ്. നല്ല വെയിൽ വന്നാലും ഇതാ ഈ ഒരു ഇലയുടെ അടിയിലൊക്കെ ഇത് വളരെ സേഫായിട്ടിരിക്കും. ഇനി ഇതാ ഈ കട്ട് ചെയ്ത പീസുകളുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ തൽക്കാലം ഇപ്പം വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഇനിയിപ്പം വെള്ളത്തിലിട്ട് നാളെയോ മറ്റന്നാളോ നടാമെന്ന് കരുതുന്നു. ഇത് കണ്ടോ, ഈ ലീഫിൻ്റെയൊക്കെ അടിയിൽ ഈ പ്ലാന്റുകളൊക്കെ വളരെ സേഫാണ്. ഇപ്പം ലീഫ് അങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഷെയ്ഡ് കിട്ടും. അത്ര ചൂടൊന്നും ഏൽക്കാത്ത രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.